ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? വീട്ടിലിതാ പഴമൊക്കെ ഇങ്ങനെ പഴുത്ത് കറുത്തൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴമായിരുന്നാലും കുഴപ്പമില്ലേ. വൈകുന്നേരം പിള്ളേർ വരുന്ന ടൈമിൽ നമുക്ക് ചെറിയൊരു ഇലയപ്പം ഉണ്ടാക്കാം. ഇലയട ആ സാധനം ഉണ്ടാക്കാം. ഞാനിവിടെ കുറച്ച് റവ എടുത്തു. പിന്നെ നമ്മുടെ വരവരിയില്ലേ, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വരവരി, കഞ്ഞി വയ്ക്കാനുള്ള അരി, അത് പൊടിച്ചതെടുത്തു. പിന്നെ കുറച്ച് അരിപ്പൊടി, അപ്പത്തിനൊക്കെ പൊടിക്കുന്നില്ലേ ആ പൊടി, അതും കൂടെ എടുത്തു. പിന്നെ കുറച്ച് തേങ്ങ, കുറച്ച് ശർക്കര ചെത്തിയതും കൂടെ ഇട്ടിട്ട് നല്ലോണം കുഴച്ച് വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഇല എടുക്കാൻ പോവാം. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ, തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഇലയുണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ഇലയൊക്കെ എടുത്തിട്ട് നല്ലതുപോലെ അതിനെ കഴുകിയാണ് എടുത്തത്. എന്നിട്ട് വന്ന് ആ മാവിനെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവിനെ ഒന്നുകൂടെയൊക്കെ ഒന്ന് കുഴച്ചിട്ട് ഈ ഇലയിൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതിയേ. കുറച്ച് ടൈറ്റായിപ്പോയി മാവ്, കുറച്ചുകൂടെ ലൂസായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. എങ്കിൽ ഇങ്ങനെ പരത്തിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഇലയിൽ എണ്ണയൊന്നും തേച്ചിട്ടില്ല. ഇങ്ങനെ പരത്തുമ്പോഴത്തേക്ക് ഇതുപോലെ ഇങ്ങനെ ആയി വന്നോളും കേട്ടോ. ഇനി അതിനെ ഇതേപോലെ മടക്കിയിട്ട് ഒരു സൈഡിലോട്ടങ്ങ് ഒതുക്കി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാം നമ്മുടെ മാവിനെല്ലാം ഇതേപോലെ ഇലയിൽ നന്നായിട്ട് പരത്തി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇഡലി തട്ടില്ലേ, ഇഡലി കുക്കറിൽ വെള്ളം വെച്ചിട്ട്, കുറച്ച് വെള്ളം വെച്ച്, നമ്മൾ ഇഡലി വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വയ്ക്കുമല്ലോ, അതുപോലെ വെള്ളം വെച്ചിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു തട്ട്, മേളിലത്തെ താഴത്തെ ഏതെങ്കിലും ഒരു തട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തട്ടാണുള്ളത്, ചിലവരയിൽ മറ്റേ ആവി കയറ്റുന്ന തട്ടുണ്ടാവും. ഈ തട്ട് വെച്ചിട്ട് ഈ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഇലയുടെ എല്ലാം പറക്കി ഇതിനകത്തോട്ട് വെച്ചു. എന്നിട്ട് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ പറ്റുകയാണെന്നുണ്ടെങ്കിൽ. നല്ല ഗ്യാപ്പുള്ള ഇതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ കുഴപ്പമില്ല. ഇതുപോലെ പച്ച കളർ മാറാതെ വേറൊരു കളറിൽ ഇരിക്കുന്നില്ലേ, പച്ച കളറിൽ ഇരിക്കുന്നില്ല, അത് വേവാത്ത ഭാഗമാണ് അതങ്ങനെ കാണുന്നത് കേട്ടോ. പിന്നെ ഒന്നുകൂടെ മറിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആയിട്ടുണ്ട്. പിന്നെ പിള്ളേർ വരാറായി, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തണുക്കാൻ വേണ്ടി കുറച്ച് എടുത്ത് വെച്ചു. എനിക്കും ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കണല്ലേ, ഉള്ള മാവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങ് ഉണ്ടാക്കുക. നമ്മളാരും ജഡ്ജൊന്നും ചെയ്യാൻ വരുന്നില്ലല്ലോ, അപ്പോൾ ധൈര്യമായിട്ട് അങ്ങ് ഉണ്ടാക്കുക. പിള്ളേർ കഴിക്കാതെയൊന്നും ഇരിക്കില്ല കേട്ടോ. ഒരു കഷ്ണം എടുത്ത് വായിൽ വെച്ച് നോക്കാം എന്ത് പറയണമെന്ന്. പഴത്തിൻ്റെ നല്ല ഫ്ലേവറുണ്ട്. അപ്പോൾ ശരി, ബൈ.